It's me, Marina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വെറും 15 മിനിറ്റിൽ നമുക്ക് രാവിലെ സമയമൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ അപ്പത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് റവയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂണോളം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. പിന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ഫൈൻ ആയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സിയിൽ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതേ ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ ഞാൻ ഒരു 2 സെറ്റും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ ഒരു പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ വേണ്ടി തികയാത്തത് കൊണ്ടാണ് ഞാൻ 3 സെറ്റായിട്ട് ടോട്ടൽ ചെയ്തെടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് പൊങ്ങാൻ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിറച്ച് ബബിളൊക്കെ വരും. അപ്പൊ നമ്മുടെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടിരിക്കും. അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഒന്ന് എടുത്തിട്ടുണ്ട്. ബാറ്റർ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കലയിൽ വെച്ചിട്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പൊ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ റെഡിയാക്കുന്ന നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ദോശ പോലെ അങ്ങ് വലിയായിട്ട് പരത്തി കൊടുക്കരുത്. ജസ്റ്റ് മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അത്രയും മതി. അപ്പൊ നമ്മൾ ബാറ്റർ വെച്ചൊന്ന് പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി അതിൻ്റെ അകത്ത് നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞു. ഇനി നമ്മളത് മൂടി വെച്ച് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും കുറേയും കൂടി ഹോൾസ് അതിൻ്റെ അകത്ത് വരും. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരും. അപ്പൊ നമുക്കിനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നിറയെ ഹോൾസ് ആയിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് മറച്ചിടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നന്നായിട്ട് ഇത് കുക്ക് ആയിട്ടുണ്ട് നമ്മൾ മൂടി വെച്ചത് കൊണ്ട് തന്നെ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ്, നിറയെ ഹോൾസ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അപ്പാണെന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.